Good afternoon, all of you, and welcome to the world of statistics. അപ്പോൾ നമ്മൾ സാമ്പിളിങ്ങിന്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടിരുന്നു. രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ആണിന്ന്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സാമ്പിളിംഗ് എറർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. സാമ്പിളിംഗ് എറർ എങ്ങനെയൊക്കെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, ചൂസിങ് എ പ്രോപ്പർ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. കറക്റ്റ് ആണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ പറ്റും. സെലക്ടിങ് എ സാമ്പിൾ ഓഫ് ആഡിക്വേറ്റ് സൈസ്, ഇറ്റ്സ് വെരി കറക്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സാമ്പിൾ സൈസ് ഫിക്സ് ചെയ്യാൻ പറ്റിയാൽ തന്നെ സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ പറ്റും. ഓപ്ഷൻ സി, യൂസിങ് എ സ്യൂട്ടബിൾ ഫോർമുല ഫോർ എസ്റ്റിമേഷൻ. എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഫോർമുല കറക്റ്റ് ആയാൽ തന്നെ സാമ്പിളിംഗ് എറർ കുറയ്ക്കാൻ പറ്റും. സോ ഓൾ ദ എബോ. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാമ്പിളിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി ചോദിക്കാറ്. ഓക്കെ, അപ്പോ ചൂസിങ് എ പ്രോപ്പർ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ആഡിക്വേറ്റ് സൈസ് ആൻഡ് ഫോർമുല ഫോർ എസ്റ്റിമേഷൻ. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആണ്. സോ ഓൾ ദ എബോ. അപ്പോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പ്രൈമറി പേർപ്പസ് ഓഫ് സാമ്പിളിംഗ്? സാമ്പിളിങ്ങിന്റെ പ്രൈമറി പേർപ്പസ് എന്താണ്? ടു കളക്ട് ഡേറ്റ ഫ്രം ദ എൻറ്റയർ പോപ്പുലേഷൻ. നമുക്ക് ശരിക്കും രണ്ട് കാര്യങ്ങളാണ് സാമ്പിളിംഗ് സർവേ പഠിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നത്. ഒന്ന് സെൻസസ്, രണ്ട് സാമ്പിളിംഗ്. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ പോപ്പുലേഷനിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് പോസിബിൾ അല്ലാതെ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മളൊരു ചെറിയ സാമ്പിൾ എടുത്തിട്ട് അവിടെ സാമ്പിളിംഗ് പ്രൊസീജിയർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സെൻസസിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്സ് ഇൻ ദ പോപ്പുലേഷനിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യും. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിച്ചേക്കുന്ന സെൻസസ് അല്ലേ? അപ്പൊ എന്തായാലും അത് വരില്ല. ബിക്കോസ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന പേർപ്പസ് ഓഫ് സാമ്പിളിംഗ് ആണ്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ സെലക്ട് ചെയ്തിട്ട് ഈച്ച് ആൻഡ് എവറി യൂണിറ്റ് ഓഫ് ദ സാമ്പിളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ബി, ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ദ പോപ്പുലേഷൻ ബൈ സ്റ്റഡിയിങ് എ സ്മോളർ റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പ് ഫ്രം ദ പോപ്പുലേഷൻ. അപ്പൊ ഓപ്ഷൻ ബി കറക്റ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അതായത് നമുക്കിപ്പോ ഒരു 2000 ആൾക്കാരുള്ള ഒരു പോപ്പുലേഷനിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഫിനാൻസ് ഇല്ല, ടൈം ഇല്ല, ലേബർ ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ട് ആ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ സാമ്പിളിംഗ് ചെയ്യും. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വേണമെങ്കിൽ സി കൂടെ ഒന്ന് നോക്കിക്കോ. ടു റീപ്ലേസ് ദ പോപ്പുലേഷൻ വിത്ത് എ സ്മോളർ ഗ്രൂപ്പ്. പോപ്പുലേഷൻ ഒരു ചെറിയ ഗ്രൂപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യാമെന്ന്. അതെന്തായാലും അല്ല. ടു മേക്ക് ജനറലൈസേഷൻ അബൌട്ട് ദ സാമ്പിൾ. സാമ്പിളിനെ പറ്റി ഒരു ജനറലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല, സാമ്പിൾ വെച്ചിട്ട് പോപ്പുലേഷനെ പറ്റി ജനറലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് സാമ്പിളിംഗ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. തേർഡ് ക്വസ്റ്റ്യൻ, which of the following refers to a method of sampling in which a core group of participants who are initially sampled for a research study recruit or recommend other potential participants? അതിന്റെ ആൻസർ എന്താണ് വരിക? അതിന്റെ ആൻസർ സ്നോബോൾ സാമ്പിളിംഗ് ആണ്. എന്തായാലും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് അല്ല. കാര്യം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നമുക്ക് അറിയാം, വിത്ത് റീപ്ലേസ്മെന്റിലും വിത്തൗട്ട് റീപ്ലേസ്മെന്റിലും ഒക്കെ ചെയ്യുന്ന സെലക്ഷൻ പരിപാടി അക്കോർഡിംഗ് ടു എ പ്രോബബിലിറ്റി ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ എന്തായാലും സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. അപ്പൊ അത് രണ്ടും എന്തായാലും അല്ല. ഇനിയിപ്പോ സ്നോബോളും കോട്ടയും എന്താന്ന് അറിഞ്ഞാൽ പോരെ. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ പാർട്ടിസിപ്പൻസ് ആർ സെലക്ടഡ്. നമ്മൾ ആദ്യം ഇനീഷ്യൽ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യും, എന്നിട്ട് അവരാണ് റിക്രൂട്ട് ഓർ റെഫർ അഡീഷണൽ പാർട്ടിസിപ്പൻസ്. അഡീഷണൽ പാർട്ടിസിപ്പൻസിനെ ഒന്നുകിൽ റിക്രൂട്ട് ചെയ്യും അല്ലെങ്കിൽ റെഫർ ചെയ്യും. ഇതാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവിടെ ഡെഫിനിഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ കോട്ട സാമ്പിളിംഗ് എന്താണ്? റിസർച്ചേഴ്സ് ആക്ച്വലി സെലക്ട്സ് സാമ്പിൾസ് ടു ഫിൽ പ്രീഡിഫൈൻഡ് കോട്ടാസ്. പ്രീഡിഫൈൻഡ് കോട്ടാസിനനുസരിച്ച് ചെയ്യും. ഇതാണ് കോട്ട സാമ്പിളിംഗ്. അപ്പൊ ഈ സബ്ജക്റ്റീവ്, പിന്നെ സ്നോബോൾ സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, പേർപ്പസ് എന്താ PPA സാമ്പിളിംഗ്, ഇങ്ങനെയുള്ളതിന്റെയൊക്കെ ഡെഫിനിഷൻസ് ഒന്ന് നോക്കി വെച്ചോ. ഡെഫിനിഷൻസ് തന്നിട്ട് സാമ്പിളിംഗ് പ്രൊസീജിയർ ഏതാന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്നോബോൾ സാമ്പിളിംഗ്.
അടുത്തത് എ സാമ്പിൾ ഓഫ് 25 യൂണിറ്റ്സ് ഫ്രം ആൻ ഇൻഫൈനൈറ്റ് പോപ്പുലേഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 റിസൾട്ട്സ് ഇൻ എ ടോട്ടൽ സ്കോർ ഓഫ് 450. ദ മീൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഇസ്. നമുക്ക് ആ തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് എടുത്ത് എഴുതിയാലോ. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? സാമ്പിൾ സൈസ് പറഞ്ഞിട്ടുണ്ട് 25 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞിട്ടുണ്ട് സിഗ്മ 10 ആണ്. സമ്മേഷൻ ഓഫ് എക്സ് ഐ പറഞ്ഞിട്ടുണ്ട്, അതായത് ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ സമ്മേഷൻ ഓഫ് എക്സ് ഐ പറഞ്ഞിട്ടുണ്ട് 450. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മീൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതെന്താ? എക്സ് ബാർ. അതായത് ഒരു ഇൻഫൈനൈറ്റ് പോപ്പുലേഷന്റെ മീൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. എക്സ് ബാർ ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ ആണ്. ആ എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്കറിയാം 1/n സമ്മേഷൻ ഓഫ് എക്സ് ഐ ആണ്. സോ 450/10 ദാറ്റ് ഇസ് 45. Sorry, 450/25. So 18. 18 ആണ് ആൻസർ. ഓപ്ഷൻ സി. അപ്പോ ഒരു ഇൻഫൈനൈറ്റ് പോപ്പുലേഷന്റെ കേസിൽ മീൻ ഓഫ് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ദ പോപ്പുലേഷൻ മീൻ ആണ്. അതായത് സാമ്പിൾ മീൻ ഈക്വൽ ടു ദ പോപ്പുലേഷൻ മീൻ ആണ്. അപ്പോ ടോട്ടൽ 450 തന്നിട്ടുള്ളതുകൊണ്ട് അതിനെ സാമ്പിൾ സൈസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി, 18 കിട്ടും ആൻസർ. ഓപ്ഷൻ സി 18. A college principal conducts an ethnographic probe into the problems faced by tribal students. Which method of sampling will be most appropriate? ഇതിന്റെ ആൻസർ ശരിക്കും വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും എലിമിനേഷൻ നോക്കാം. റാൻഡം സാമ്പിളിംഗ് എന്തുകൊണ്ട് ഇവിടെ പറ്റില്ല? റാൻഡം സാമ്പിളിംഗ് പറ്റാത്തത് നോട്ട് പ്രാക്ടിക്കൽ ബിക്കോസ് ട്രൈബൽസ് വൈഡ്ലി ഡിസ്പേഴ്സ്ഡ്. ട്രൈബൽസ് എന്ന് പറയുന്നത്, ട്രൈബൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സാമ്പിളിന് അല്ലെങ്കിൽ പോപ്പുലേഷന് റാൻഡം സാമ്പിളിംഗ് പറ്റില്ല. ഇനി സ്ട്രാറ്റിഫൈഡ് എന്തുകൊണ്ടാ പറ്റാത്തെ? നമുക്കൊരു ക്ലിയർ സ്ട്രാറ്റാസ് വേണം, എന്നാലേ നമുക്ക് സ്ട്രാറ്റിഫൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുന്ന ഒരു ട്രൈബൽ സ്റ്റുഡൻസിന്റെ ലിസ്റ്റിനെ നമുക്ക് എങ്ങനെ ഒരു ക്ലിയർ സബ് ഗ്രൂപ്പുകളാക്കി എടുക്കാൻ പറ്റും? അപ്പൊ സ്ട്രാറ്റിഫൈഡ് പറ്റില്ല. ഇനി സിസ്റ്റമാറ്റിക് എന്തുകൊണ്ടാ പറ്റാത്തെ? നമുക്കൊരു കംപ്ലീറ്റ് ലിസ്റ്റ് വേണം, ട്രൈബൽ സ്റ്റുഡൻസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് വേണം. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദി കേസസിലും അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും അവിടെ അവൈലബിൾ അല്ല. അപ്പൊ അതും പറ്റില്ല. സോ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് പറ്റുന്നത്. ബിക്കോസ് ഗ്രൂപ്പ്ഡ് ഇൻ സ്പെസിഫിക് റീജിയൻസ്, നമുക്ക് റീജിയൻസ് വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് എൻറ്റയർ ഗ്രൂപ്പിനെ യൂസ് ചെയ്തിട്ട്, അതായത് ട്രൈബൽ സ്റ്റുഡൻസ് വരുന്ന ആ ഫുള്ളി ഏരിയ എടുക്കുക, എന്നിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പെസിഫിക് റീജിയൻസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലസ്റ്റർ സാമ്പിളിംഗ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ റാൻഡം സാമ്പിളിംഗ് പറ്റാത്തത് വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിൽ അത് പറ്റില്ല. സ്ട്രാറ്റിഫൈഡ് പറ്റാത്തത് വളരെ ക്ലിയർ ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം, അതുകൊണ്ട് പറ്റില്ല. 3 ക്ലസ്റ്റർ സാമ്പിളിംഗ് പറ്റാത്തത്, സോറി സിസ്റ്റമാറ്റിക് പറ്റാത്തത് ലിസ്റ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. സോ നമുക്ക് പറ്റുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്? സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഇസ് ദ ഈസിയസ്റ്റ് സാമ്പിളിംഗ് മെത്തേഡ് ടു ഇംപ്ലിമെന്റ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് സാമ്പിളിംഗ് മെത്തേഡ് ആണ്. നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് സാമ്പിളിംഗ് മെത്തേഡ് ആണ് സ്ട്രാറ്റിഫൈഡ്. ഈസിയസ്റ്റ് ഒന്നും സാമ്പിളിംഗ് സ്ട്രാറ്റിഫൈഡ് അല്ല, ബിക്കോസ് അതിനകത്ത് നമുക്ക് സ്ട്രാറ്റാസിനെ ഒക്കെ എടുത്തിട്ടൊക്കെ വേണം. സോ എന്തായാലും ഓപ്ഷൻ എ അല്ല. ബി, ഇറ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് ദ സാമ്പിൾ വിൽ ബി പെർഫെക്റ്റ്ലി റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ. അതും നമുക്ക് പറയാൻ പറ്റില്ല. ഓപ്ഷൻ സി, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് സബ് ഗ്രൂപ്പ്സ് വിത്തിൻ ദ പോപ്പുലേഷൻ ആർ ആഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് ദ സാമ്പിൾ. അത് നമുക്ക് പറയാൻ പറ്റും, ബിക്കോസ് സ്ട്രാറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത് തന്നെ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് എടുത്തിട്ടാണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ സി നമുക്ക് പറയാൻ പറ്റും. ഡിയോ, ഇറ്റ് ഇസ് ദ ഓൺലി സാമ്പിളിംഗ് മെത്തേഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അതും പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. അപ്പൊ ഞാൻ ഓപ്ഷൻസ് ഒന്നും കൂടെ വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി, തേർഡ് ഓൾസോ ഓപ്ഷൻ ബി, ഫോർത്ത് ഓപ്ഷൻ സി, ഫിഫ്ത്ത് ഓപ്ഷൻ സി, സിക്സ്ത് ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയും ഒന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് മുന്നോട്ട് വരുമ്പോൾ ഇടാം. ഓക്കെ, സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.